നമസ്കാരം. 1202 ചിങ്ങമാസം 1 മുതൽ 1202 കർക്കിടകം 31, അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെയുള്ള ഒരു വർഷക്കാലത്തെ 12 രാശിയിലെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ. 12 രാശിയിൽ ആദ്യത്തെ രാശിയാണ്. സമ്മിശ്ര ഫലങ്ങൾ എന്ന് പറയുമ്പോൾ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ രാശിയായിട്ടുള്ള മേടം രാശി. മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദക്കാരാണ്. ഇവർക്ക് പൊതുവെ ഇപ്പോൾ ശനിയൊക്കെ വളരെ 7.5 ശനിയാണ്. 12-ലൂടെ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലമൊക്കെയാണ്. വ്യാഴം 4-5 ഭാവത്തിലും ശനി 12-1 ഭാവങ്ങളിലും രാഹു 11-10 ഭാവത്തിലും ഒക്കെയാണ് മേടം രാശിക്കാർക്ക് ഗോചരം നടക്കുകയാണ്. എങ്ങനെയാവുമ്പോൾ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ളൊരു നിലപാട് ഉണ്ടാകുന്നതാണ്. പുതിയ എന്തെങ്കിലും ചെറുകിട ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്ന ഒരു അനുകൂല ചുറ്റുപാടുകളൊക്കെ വന്നു ചേരാം. ഉയർന്ന പണ്ഡിതന്മാരായിട്ടുള്ള ഉന്നതരായിട്ടുള്ള ഉപദേഷ്ടാക്കളുടെയൊക്കെ ആഗ്രഹം മാനിച്ചും അവരോടുള്ള അഭിപ്രായങ്ങളൊക്കെ മാനിച്ച് നിങ്ങൾ ബിസിനസ് ചെയ്യാനൊക്കെ തുടങ്ങുകയാണെങ്കിൽ ലാഭങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. കാര്യവിജയമൊക്കെ ഉണ്ടാവാം. ധനസമ്പാദനത്തിനൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാനൊക്കെ സാധിക്കും. ധനനേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. സമൂഹത്തിൽ ഉന്നത പദവിയൊക്കെ കൈവരിക്കാനൊക്കെ ആയിട്ട് കഴിയുന്നതാണ്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് നേട്ടങ്ങളുടെ ഒരു കാലാവധി തന്നെയാണ്. കുടുംബജീവിതത്തിലെ താളപ്പിഴകളും അഭിപ്രായ ഭിന്നതകളും ഒക്കെ കുറേശ്ശെയൊക്കെ ആയിട്ട് മാറിയിട്ട് ദാമ്പത്യ ഐക്യമൊക്കെ കൈവരിക്കാൻ പറ്റുന്നൊരു വർഷമാണ്. രോഗാരിഷ്ടതകളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ മാറി, സന്താനങ്ങളെ കൊണ്ട് ദുഃഖങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ ഒന്ന് മാറി ചെറിയൊരു തോതിലുള്ള ആശ്വാസമൊക്കെ കൈവരിക്കാൻ കഴിയുന്നതാണ്. എന്തായാലും നിങ്ങളായിട്ട് ഒരുമിച്ച് ചേർന്ന് ഒരു സാമ്പത്തിക ബിസിനസ്, അതായത് പങ്കാളികളുമായിട്ടോ അല്ലെങ്കിൽ കുടുംബത്തിലെ പങ്കാളിയുമായിട്ടൊക്കെ ചേർന്ന് ചെറിയ ബിസിനസ്സൊക്കെ ആരംഭിക്കുന്നത് കൊണ്ട് സാമ്പത്തിക ലാഭമൊക്കെ വന്നു ചേരുന്ന കാലമാണ്. വാഹനമൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന നന്നായിരിക്കും. ബന്ധുക്കളുമായിട്ട് നല്ല സൗഹൃദത്തിൽ വർത്തിക്കുന്നതും അതുപോലെ തന്നെ കൂടുതൽ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് കൊണ്ട് കർമ്മത്തിൽ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. വർഷാവസാനം ഉന്നത സ്ഥാനപ്രാപ്തി, ശത്രുവിജയം, രോഗവിമുക്തി ഇവയൊക്കെ വന്നുപെടുന്നതുണ്ട്. ബാങ്ക് ലോണുകളൊക്കെ ആശ്രയിച്ചിരിക്കുന്നവർക്ക് അതുമൊക്കെ തടസ്സം കൂടാതെ ലഭിക്കുന്ന ഒരു വർഷമാണ്. ധാരാളമായിട്ടുള്ള യാത്രകളൊക്കെ ചെയ്യേണ്ടതുള്ളത് കൊണ്ട് തന്നെ അനുഭവയോഗ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നുപെടാം. എങ്കിലും നിങ്ങൾ കൂടുതൽ ദോഷാനുഭവങ്ങൾ കുറഞ്ഞിരിക്കുന്നതിനും ഗുണാനുഭവങ്ങൾ കൂടിയിരിക്കുന്നതിനുമായിട്ട് ശനിയാഴ്ച വ്രതവും വ്യാഴാഴ്ച വ്രതവും വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് കൂടുതൽ ഉത്തമമായിരിക്കും. ഇടവം രാശി. ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക 2, 3, 4 പാദക്കാരും രോഹിണി, മകയിരം 1, 2 പാദക്കാരും വ്യാഴം 3-ലും 4-ലും ശനി 11-ലും 12-ലും രാഹു 10-ലും 9-ലും ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാലമാണ് ഈ വരുന്ന ചിങ്ങമാസം 1202 പൊതുജനങ്ങളിൽ നിന്ന് അംഗീകാരം ലഭിക്കുന്നതാണ്. പൊതു രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ നല്ല രീതിയിലുള്ള അംഗീകാരമൊക്കെ ലഭിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമന സാധ്യതകളൊക്കെ വന്നു ചേരാം. സ്വപ്രയത്നം മൂലം ബഹുമാനം ലഭിക്കാനും അതുപോലെ സ്ഥാനമാനം ലഭിക്കാനൊക്കെ യോഗം കാണുന്നുണ്ട്. വിമർശനത്തിന് ഇരയാവുകയും വിമർശനാത്മകമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടേണ്ടതായിട്ടൊക്കെ വന്നേക്കാം. സ്വയം സംരംഭം, ചെറുകിട കച്ചവടമൊക്കെ ആരംഭിക്കാനൊക്കെ യോഗം വന്നു ചേരുന്നു. ഉദരവ്യാധി മൂലം ആശുപത്രി വാസം വേണ്ടി വരുന്നതാണ്. ഫുഡ് പോയിസനൊക്കെ പിടിപെടാൻ, ഭക്ഷണത്തിൽ നിന്നുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൾ കൊണ്ട് വിഷാംശം ഉള്ളിൽ ചെല്ലാനും അതിൽ നിന്ന് ഫുഡ് പോയിസൺ ഉണ്ടാകാനും ഉദര രോഗങ്ങളൊക്കെ പിടിപെടാനും അതുമൂലം ആശുപത്രി വാസത്തിനൊക്കെ യോഗം വന്നു ചേരുന്നുണ്ട്. ഇടവം രാശിക്കാർക്ക് ആശുപത്രി വാസം കൊണ്ട് തന്നെ ധനച്ചിലവുകളൊക്കെ വർദ്ധിക്കുന്നതാണ്. യാത്രകൾ ധാരാളമായിട്ട് ചെയ്യേണ്ടി വരുന്നതിനാൽ ചിലവുകൾ വർദ്ധിക്കുന്നതാണ്. സർക്കാർ ജീവനക്കാരിൽ നിന്നും അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ശത്രുഭയം നല്ലതുപോലെ നേടാം. രാജകോപം, അതുപോലെ സർക്കാരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നുണ്ട്. വിദേശത്തുള്ളവർക്ക് രാജാവിൽ നിന്ന് ശത്രുഭയം, സന്താനങ്ങളെ കാത്തിരിക്കുന്നവർക്ക് സന്താനഭാഗ്യം, സന്താനങ്ങളെ കൊണ്ട് ധനലാഭം, സന്താനങ്ങൾക്ക് തൊഴിലൊക്കെ ലഭിക്കാനും ധനലാഭവും, ഉന്നത പഠനം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഉന്നത പഠനത്തിൽ ഉയർച്ചയും, അതുപോലെ തന്നെ ഉന്നത പഠനം കഴിഞ്ഞവർക്ക് അവരുടെ തൊഴിലിൽ പ്രവേശിക്കാനൊക്കെയുള്ള യോഗം കാണുന്നു. സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവർക്ക് അതിന് യോഗം വന്നു ചേരുമെങ്കിലും ചില അവസരങ്ങളിൽ ചിലവർക്ക് അവരുടെ പ്രാർത്ഥനകളൊക്കെ സബലീകരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ, വേറൊന്നുമല്ല ശാരീരിക അരിഷ്ടതകൾ അനുഭവയോഗ്യമാകുന്നുണ്ട്. ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ ധാരാളം ഏറ്റെടുക്കേണ്ടി വരുന്നതാണെങ്കിലും ആത്മവിശ്വാസവും നിങ്ങളുടെ ആ ഒരു കർമ്മോത്സാഹവും നിങ്ങളുടെ കഠിന പരിശ്രമവും മൂലം നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾക്ക് ഈ വർഷം വഴിയൊരുക്കാനായിട്ട് കഴിയുന്നതാണ്. മിഥുനം രാശി. മിഥുനം രാശി വ്യാഴം 2, 3 ഭാവത്തിലും ശനി 10, 11 ഭാവത്തിലും രാഹു 9, 8 ഭാവത്തിലും ഗോചരം ചെയ്യുന്ന കാലമാണ്.
പങ്കാളിയുടെ പൈതൃക സ്വത്ത് കൈവരിക്കാനായിട്ട് കഴിയുന്നതാണ്. ബന്ധുക്കളുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തേണ്ടി വരുന്ന ഒരു കാലമാണ്. ബന്ധുക്കളിൽ നിന്ന് സാമ്പത്തിക സഹായമൊക്കെ നിങ്ങൾക്ക് മേടിക്കേണ്ടി വരും. സുഹൃത്തുക്കളുമായിട്ട് തർക്കങ്ങളിലൊക്കെ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വാക്കുതർക്കങ്ങളിലൊക്കെ ഏർപ്പെട്ട് ശത്രുത വന്നു ചേരുന്ന ഒരു കാലമായതുകൊണ്ട് തന്നെ കൂടുതൽ തർക്കങ്ങൾക്ക് പോവാതിരിക്കുന്നതാണ് ഉത്തമം. പുതിയ ഭവനം പണിത് താമസയോഗ്യമാകും. കർമ്മരംഗത്ത് തടസ്സങ്ങൾ ധാരാളമായിട്ട് വരുന്നൊരു കാലമാണ്. പരിശ്രമങ്ങൾക്ക് ഗുണഫലം ഉണ്ടാകുന്നതാണെങ്കിലും ആ ഗുണഫലങ്ങൾ നമുക്ക് നേട്ടങ്ങളാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ, അതായത് നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ മനസാന്നിധ്യവും കർമ്മരംഗം ഉഷാറാവുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ധാരാളം നേട്ടങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അനാരോഗ്യം മൂലം നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കേണ്ടി വന്നേക്കാം. പ്രത്യേകം ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുക. ഉന്നതരായിട്ടുള്ള വ്യക്തികളുമായിട്ട് ഉള്ള കൂടിക്കാഴ്ച മൂലം നിങ്ങൾക്ക് ചില നേട്ടങ്ങളൊക്കെ അതിൽ നിന്നുണ്ടാക്കാം. അവരുടെ ഒരു അഭിപ്രായങ്ങളെയൊക്കെ മാനിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും അസ്ഥാനത്തായി മാറാം. അതുകൊണ്ട് രണ്ട് തരത്തിലുള്ള വരുമാനം വരുന്ന കാര്യങ്ങൾ ചെയ്യുകയും അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് കൂടുതൽ ധനലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സന്തോഷപ്രദമായിട്ടുള്ള ഒരു കുടുംബജീവിതം വന്നു ഭവിക്കുന്നതാണ്. യാത്രകളൊക്കെ കൂടുതൽ ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. കാരണം പല യാത്രാ ചെലവുകൾ അധികരിക്കുന്നത് കൊണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്തു പോകുന്ന യാത്രകളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് യാത്രാ ക്ലേശങ്ങളും അലച്ചിലുകളും ആവാം. അതുകൊണ്ട് അതിനെയൊക്കെ മാറ്റിവെക്കുന്നത് ഉത്തമമായിരിക്കും. അത്യാവശ്യം പോകേണ്ട കാര്യങ്ങൾക്ക് മാത്രം ശ്രമിച്ച് വളരെ ശ്രദ്ധയോടുകൂടി യാത്ര തുടരുന്നത് ഉത്തമമായിരിക്കും. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് അപമാനം വരുത്തി വയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ ഇടപെടലുകൾ ചിലപ്പോൾ നിങ്ങൾ സ്വയം അപമാനിതനാവാനൊക്കെ കാരണമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മിഥുനം രാശിക്കാരെ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുക. ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുന്നതിനായിട്ട് ഹനുമാന് നിങ്ങൾ ഏതെങ്കിലും വഴിപാടുകൾ നടത്തുകയോ ആഴ്ചയിൽ ഒരു ദിവസം ബുധനോ ശനിയോ പോലെയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തുക. നവഗ്രഹ പൂജ, നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് നവഗ്രഹ പുഷ്പാഞ്ജലിയോ നവഗ്രഹ പൂജയോ നടത്തുന്നത്. അപ്പോൾ എല്ലാ ഗ്രഹങ്ങൾക്കും പൂജ നടത്തുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ കഴിയും മിഥുനം രാശിക്കാർക്ക്. കർക്കിടകം രാശി വ്യാഴം 1, 2 ഭാവത്തിലും ശനി 9, 10 ഭാവത്തിലും ഗോചരം ചെയ്യുന്നൊരു കാലമാണ്. ഇങ്ങനെ സഞ്ചരിക്കുന്ന ഈ ഒരു കാലഘട്ടം, ഈ ഒരു ചിങ്ങമാസം എന്ന് പറയുന്നത് സ്ഥാനാന്തര പ്രാപ്തി, തൊഴിൽ കിട്ടാത്തവർക്ക് തൊഴിൽ മാറ്റങ്ങൾ, തൊഴിൽ നേട്ടങ്ങൾ ഒക്കെ വന്ന് ചേർന്നുണ്ട്. രോഗദുരിതങ്ങളൊക്കെ ഉണ്ടാവാം. ഭവനം സ്വന്തമാക്കാനൊക്കെ യോഗം കാണുന്നു. കർമ്മരംഗത്ത് ധാരാളം തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും കർമ്മരംഗത്ത് തടസ്സങ്ങളെയും പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. പ്രണയിതാക്കൾക്ക് വിവാഹം നടക്കാൻ യോഗം കാണുന്നു. കച്ചവടം, പുതിയ സംരംഭം ഇവയിലൊക്കെ ലാഭം പ്രതീക്ഷിക്കാം. ഷെയർ മാർക്കറ്റ് പോലെയുള്ളതിലൊക്കെ പണം നിക്ഷേപിക്കുന്നത് നിങ്ങൾക്ക് ഈ പ്രാവശ്യം ലാഭം വരാൻ യോഗം കാണുന്നുണ്ട്. ഭക്ഷണക്രമം തെറ്റി കഴിക്കുന്നത് കൊണ്ട് തന്നെ ഉദരരോഗവും അൾസർ പോലെയുള്ള രോഗങ്ങൾക്കുമൊക്കെ വഴിവെക്കുന്നുണ്ട്. ആത്മവിശ്വാസവും നിങ്ങളുടെ ആത്മാർത്ഥതയും മൂലം കച്ചവട രംഗത്ത് ധനനേട്ടം ഉണ്ടാകാം. ഉന്നതരായ വ്യക്തികളുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ നിങ്ങൾക്ക് ഗുണഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ബിസിനസ്സിൽ പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കുമെങ്കിലും ചില സന്ദർഭങ്ങളിൽ സാമ്പത്തിക നഷ്ടം വല്ലാതെ നിങ്ങളെ ബാധിക്കുന്നതാണ്. അന്തസ്സും ആദരവും വന്നു ചേരുന്ന പല പ്രവൃത്തികളും നിങ്ങൾക്ക് സ്വയം ചെയ്യാനായിട്ട് കഴിയും. കർമ്മം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അന്തസ്സ് നേടിയെടുക്കാൻ പറ്റുന്ന പല തലങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് വന്നു ചേരുന്നതാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള കാര്യങ്ങളുമൊക്കെ ശരിയായി വരുന്നതാണ്. ബന്ധുക്കളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയും അവരുമായിട്ട് കൂടുതൽ ശത്രുതയിൽ പോവാതിരിക്കുന്നത് ഉത്തമമായിരിക്കും. പരിശ്രമങ്ങൾക്ക് ഗുണഫലം ഉണ്ടാകുന്ന ഒരു കാലമാണ്. ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുന്നതിനും കർക്കിടകം രാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ കൂടിയിരിക്കുന്നതിനുമായിട്ട് വ്യാഴം നിങ്ങൾക്ക് അനുകൂലമാവാനായിട്ടും രാഹു നിങ്ങൾക്ക് അനുകൂലപ്രദനായിട്ട് വരുന്നതിന് വേണ്ടി നാഗക്ഷേത്രത്തിൽ രാഹുർ പുഷ്പാഞ്ജലി, രാഹുർ പൂജ, അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിനോ കൃഷ്ണനോ തുളസിമാലയോ അതുപോലെ തൃക്കൈ വെണ്ണ അങ്ങനെയുള്ള ത്രിമധുരം ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുന്നത് കൂടുതൽ നന്നായിരിക്കും. ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്ക് വ്യാഴം 12ലും 1ലും ശനി 8, 9 ഭാവത്തിലും രാഹു 7, 6 ഭാവങ്ങളിലും ഗോചരം ചെയ്യുന്ന ഒരു കാലമാണ്. 1202 ആണ്ട് ചിങ്ങമാസം മുതൽ 1202 ആണ്ട് കർക്കിടകം 31 വരെയുള്ള ഒരു വർഷക്കാലം. ചിലവ് ധാരാളമായിട്ട് വർദ്ധിക്കുന്ന ഒരു കാലമാണ്.
പല യാത്രകളും നിങ്ങൾക്ക് ചിലവുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, യാത്രകൾ ഗുണം ചെയ്യില്ല. അതുകൊണ്ട് യാത്രകളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഇത് ഗുണം ചെയ്യുമെന്ന് തീരുമാനിച്ചിട്ട് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. ധനച്ചിലവുകൾ അധികരിക്കുന്നത് കൊണ്ട് തന്നെ വർഷാവസാനം നിങ്ങൾക്ക് സാമ്പത്തിക ദുരിതം, സാമ്പത്തിക ബാധ്യത വന്നുപെടാം. കൂട്ടുകച്ചവടത്തിൽ നഷ്ടവും ശത്രുദോഷവും നല്ലതുപോലെ ഉണ്ടാകാം. കർമ്മരംഗത്ത് പുരോഗതിയിൽ തടസ്സം നേരിടും. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹായത്താൽ കർമ്മരംഗം ഉഷാറാകാനുള്ള സാധ്യത കാണുന്നു. ഊഹ കച്ചവടത്തിൽ താല്പര്യം വർദ്ധിക്കും. തൊഴിലിൽ സ്ഥാനമാനങ്ങളും ദ്രവ്യലാഭവും ഉണ്ടാകുന്നുണ്ട്. കുടുംബത്തിൽ ധാരാളം അഭിപ്രായ ഭിന്നതകൾ പങ്കാളികളുമായിട്ട് വന്നു ചേരാം. സന്താനങ്ങളുടെ ഉയർച്ചയിൽ മനസ്സ് സന്തോഷപൂരിതമാകുന്നതാണ്. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അത് സഫലമാകാം. വിദേശത്തുള്ള സന്താനങ്ങൾ നാട്ടിൽ തിരികെ എത്തുകയും അവർ മക്കളോടൊപ്പം മാതാപിതാക്കളോടൊപ്പം വസിക്കുന്നത് പോലെ മാതാപിതാക്കൾക്ക് വളരെ സന്തോഷപൂർണമായ ഒരു സാഹചര്യങ്ങളൊക്കെ കുടുംബത്തിൽ വന്നുപെടുന്നതാണ്. ഉത്തരവാദിത്തത്തോടുള്ള ധാരാളം കാര്യങ്ങൾ ഏറ്റെടുത്ത് കർമ്മരംഗത്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ ഉത്തരവാദിത്തം മൂലം തന്നെ മേലധികാരികൾ നിങ്ങൾക്ക് പ്രീതി ഉള്ളവരായി തീരുന്നതാണ്. ഉന്നതരായ ഉപദേശകരുടെ അഭിപ്രായത്താൽ, ഉപദേഷ്ടാക്കളുടെ അഭിപ്രായത്താൽ നേട്ടം കൈവരിക്കാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും. വർഷാവസാനം സൗഭാഗ്യവും ധനാഗമം, വിജയം, ധനലാഭം, തൊഴിൽ ലാഭം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. കൂടുതൽ നേട്ടങ്ങൾക്കായിട്ട് നിങ്ങൾ വ്യാഴാഴ്ച ദിവസം കൃഷ്ണക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും. നിങ്ങൾക്ക് ബുധൻ എന്ന് പറയുന്ന ദശാകാലമാണ്. ബുധദശാകാലമാണെങ്കിൽ ബുധനാഴ്ച ദിവസം മഹാവിഷ്ണുവിനെ ദർശിക്കുക, വ്യാഴാഴ്ച ദിവസം കൃഷ്ണനെ ദർശിക്കുക. കാരണം വ്യാഴം നിങ്ങൾക്ക് അനുകൂല ഭാവത്തിലേക്ക് ആവാനായിട്ടാണ് വ്യാഴാഴ്ച ദിവസം നമ്മൾ കൃഷ്ണ വഴിപാടുകൾ നടത്താൻ പറയുന്നത്. അതുപോലെ തന്നെ നാഗക്ഷേത്ര ദർശനം പക്കപ്പിറന്നാളിലോ മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ നാഗക്ഷേത്ര ദർശനം നിങ്ങളെ വീടിനടുത്ത് എവിടെയെങ്കിലുള്ള നാഗക്ഷേത്ര അമ്പലങ്ങളിൽ പോയിട്ട്, നാഗക്ഷേത്രത്തിൽ പോയിട്ട് നാഗങ്ങൾക്ക് നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിലുള്ള വഴിപാടുകൾ ചെയ്യുന്നത് ചിങ്ങരാശിക്കാർക്ക് വളരെ ഉത്തമമായിരിക്കും. മാത്രമല്ല പിതൃക്കൾക്ക് വേണ്ട വഴിപാടുകൾ, പിതൃ പൂജകൾ, വാവുബലി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൂടുതൽ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ്. കന്നിരാശിയിൽപ്പെട്ട ഉത്രം 2, 3, 4 പാദക്കാരും മൊത്തം ചിത്തിര 1, 2 പാദക്കാരും നിങ്ങൾക്ക് വ്യാഴം 11, 12 ഭാവത്തിലും ശനി 7, 8 ഭാവത്തിലും രാഹു 6, 5 ഭാവത്തിലും ഗോചരം ചെയ്യുന്നൊരു കാലമാണ് ഈ വരുന്ന ചിങ്ങമാസം തൊട്ട് അടുത്ത ഒരു 12 മാസക്കാലം. സ്ഥാനമാനങ്ങളും തൊഴിലിൽ സ്ഥാനക്കയറ്റവും ഇഷ്ടകാര്യസാധ്യവും ഉദ്ദിഷ്ടകാര്യസാധ്യവും ഒക്കെ നടപ്പിലാക്കുന്നുണ്ട്. എങ്കിലും നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രതികൂലമായ വിധികളൊക്കെ വന്നു ചേരാം. പങ്കാളിയുമായിട്ട് നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള വാക്കുതർക്കങ്ങളോ ഭിന്നതകളോ കലഹങ്ങളോ ഉണ്ടെങ്കിൽ അത് പിൻവലിച്ച് രമ്യതയിൽ വർത്തിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായിട്ട് ധാരാളം യാത്രകളൊക്കെ ചെയ്യേണ്ടി വരുന്നതാണ്. ഊഹാപോഹ കച്ചവടത്തിൽ നഷ്ടസാധ്യതകളൊക്കെ വന്നുപെടാം. ഭൂമി വാങ്ങലുകളും കൊടുക്കലുകളും ഒക്കെ ചെറിയ നഷ്ടത്തിന് സാധ്യതകളുണ്ട്. ആഗ്രഹ സാഫല്യം വന്നു ചേരുന്നൊരു വർഷമാണ് ഈ 1202 ആണ്ട് ചിങ്ങമാസം മുതൽ. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ തീരുമാനിക്കുകയും അതിൽ നിന്ന് നേട്ടങ്ങളും വർഷമധ്യത്തോടുകൂടി വന്നു ചേരുന്നതാണ്. ഗൃഹം പുതുക്കി പണിയാനും വസ്ത്രാഭരണ ലാഭം പ്രതീക്ഷിക്കാം. പൈതൃക സ്വത്തുക്കളൊക്കെ കിട്ടാനായിട്ട് യോഗം കാണുന്നു. പങ്കാളിയുടേതായിട്ടുള്ള പൈതൃക സ്വത്തുക്കളും നിങ്ങൾക്ക് വന്നു ഭവിക്കുന്നതാണ്. എല്ലാ തരത്തിലും ഒരു അനുകൂലമായിട്ടുള്ള ഒരു കാലം തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്ന ചുറ്റുപാടും വന്നു ചേരുന്നത്. ശത്രുദോഷം കുറയുന്നതിനും ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് കൂടുതൽ സമയവും നിങ്ങൾ പ്രാർത്ഥനകളും ഈശ്വരാധീനവും ഒക്കെ നടത്തുന്ന നന്നായിരിക്കും. വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകൾ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് മഹാലക്ഷ്മി പൂജയും പൗർണമി പൂജയും നടത്തുന്നതും, അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം നിങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക. മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്ര ദർശനം സാധ്യമാകുമെങ്കിൽ അത് നടത്തുന്നതും, ശനിയാഴ്ച ദിവസം മഹാദേവന് കൂളമാല അർച്ചന നടത്തുന്നതും, 1008 നമശിവായ നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ജപിക്കുന്നതും ഒക്കെ നിങ്ങളുടെ കൂടുതൽ ദോഷഫലങ്ങൾ കുറയുന്നതിന് കന്നിരാശിക്കാർക്ക് ഉത്തമമാണ്. തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വ്യാഴം 10, 11 ഭാവത്തിലും ശനി 6, 7, രാഹു 5, 4 ഭാവത്തിലും വരാനിരിക്കുന്ന കാലമാണ്. തൊഴിൽ ഉയർന്ന സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. സാമൂഹികമായിട്ട് പല അംഗീകാരങ്ങളും ലഭിക്കുന്നതാണ്. ഭവന നിർമ്മാണം ആരംഭിക്കാനായിട്ട് നിങ്ങൾ തീരുമാനിക്കുന്നതാണ്. പുതിയ ഭവനത്തിൽ താമസയോഗ്യമാകുന്നതാണ്. കച്ചവടത്തിലെ പുരോഗതി വന്നു ചേരുന്ന ഒരു കാലമാണ്. ചെറുകിട സംരംഭമായാലും വൻകിട സംരംഭമായാലും അതിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം പ്രതീക്ഷിക്കാം. വരുമാനം വർദ്ധിക്കാനുള്ള പല മാർഗങ്ങളും നിങ്ങൾ സ്വീകരിക്കുകയും വാക്കും പ്രവൃത്തിയും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് മൂലം ധനനേട്ടവും അതുപോലെ തന്നെ സുഹൃത്ത് വലയങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഗുണഫലങ്ങൾ ഉണ്ടാകുന്ന
ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ച് വാഹനം, വ്യവഹാരം ഇവയൊക്കെ വാഹനം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചുപയോഗിക്കുക. കലഹം, തർക്കങ്ങൾ, വ്യവഹാരം ഇവയ്ക്കൊന്നും മുതിരാതിരിക്കുന്നത് വളരെ നന്നായിരിക്കും. നിങ്ങൾ ഏത് കാര്യത്തിലാണെങ്കിലും തർക്കത്തിലൊക്കെ ഇടപെട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ളൊരു സന്ദർഭം ലഭിക്കാതിരിക്കാം. മാനസികോല്ലാസം ഉണ്ടാക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാകുന്നുണ്ട്. കുടുംബങ്ങളും അംഗങ്ങളുമായിട്ട് രമ്യതയിൽ വർത്തിക്കുന്നതും നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും സംയോജിപ്പിച്ചു കൊണ്ടുപോകുന്നതും വളരെ നന്നായിരിക്കും. തൊഴിൽ രംഗത്ത് ഉന്മേഷം വർദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മവിശ്വാസവും അലസതയും മടിയൊക്കെ മാറ്റിവെച്ച് ആത്മവിശ്വാസം കൂട്ടുന്നത് മൂലം തൊഴിൽ രംഗത്ത് ധാരാളം നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഈ ഒരു വർഷം. നിങ്ങളുടെ കഠിന പരിശ്രമം വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ മടി പിടിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് വരാനുള്ള അവസരങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. വിവാഹം കഴിയാത്ത യുവജനങ്ങൾക്ക് വിവാഹയോഗം വന്നു ചേരുന്നുണ്ട് ഗോചരവശാൽ. വർഷാവസാനം കാര്യവിജയം, ഉന്നതരുമായിട്ടുള്ള സൗഹൃദം, ധനലാഭം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. ഗുണാനുഭവങ്ങൾ തുലാം രാശിക്കാർക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നതിനും ദോഷാനുഭവങ്ങൾ കുറയുന്നതിനുമായിട്ട് നിങ്ങൾ വ്യാഴാഴ്ച ദിവസം ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തുക. ശനിയാഴ്ച ദിവസം ദേവീ ക്ഷേത്ര ദർശനം നടത്തുക. ശനിയാഴ്ച ദിവസം ദേവീ ക്ഷേത്ര ദർശനം നടത്തിയിട്ട് മുരുകന് വഴിപാടുകൾ, മുരുകന്റെ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നതും വർഷത്തിൽ ഒരിക്കലെങ്കിലും പഴനിമല ദർശനം നടത്തുന്നതും ഒക്കെ തുലാം രാശിക്കാർക്ക് വളരെ ഉത്തമമായിരിക്കും. വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം, 4, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാര്. വൃശ്ചികം രാശിക്കാർക്ക് വ്യാഴം നിങ്ങൾക്ക് 9-ലും 10-ാം ഭാവത്തിലും ശനി 5-ലും 6-ലും രാഹു 4-ലും 3-ലും ഒക്കെയാണ് ഈ 1202-ാം ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടകം വരെ ഗോചരം ചെയ്യുന്നത്. പരീക്ഷാദികളിലൊക്കെ നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാം. കർമ്മത്തിലെ പുരോഗതി ഉണ്ടാകാം. സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് അതിന് സന്താന യോഗത്തിന് ഭാഗ്യമുണ്ട്. പുണ്യക്ഷേത്ര ദർശനമൊക്കെ അനുഭവയോഗ്യമാകുന്നുണ്ട്. ജലസംസർഗം, അതുപോലെ തന്നെ പുണ്യക്ഷേത്ര ദർശനമൊക്കെ കൊണ്ട് നിങ്ങളുടെ മനസ്സിനൊക്കെ വളരെ ഒരു ഒരു എനർജിയൊക്കെ കൈവരിക്കാനായിട്ട് കഴിയുന്നതാണ്. വസ്തുവോ വീടോ വാഹനമൊക്കെ വാങ്ങാനൊക്കെ യോഗം വന്നു ചേരുന്നുണ്ട്. തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ ലഭിക്കാനും സഞ്ചാരപ്രിയവും പരിശ്രമത്തിലൂടെ കുടുംബത്തിൽ സമാധാനം നിലനിർത്താനൊക്കെ കഴിയും. തൊഴിൽ അന്വേഷകർക്ക് തീർച്ചയായിട്ടും തൊഴിൽ ലഭിക്കാനുള്ള യോഗം വന്നു ചേരുന്നുണ്ട്. കുടുംബത്തിലെ സമാധാനം നിലനിർത്തുന്നത് പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് സമാധാനം, വ്യക്തി ജീവിതത്തിലും സമാധാനം കൈവരിക്കാൻ കഴിയുന്ന ഒരു വർഷമാണ് വൃശ്ചികം രാശിക്കാർക്ക്. ചുരുക്കം ചില സാഹചര്യങ്ങളിൽ സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകാമെങ്കിലും പിന്നീട് അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ആശ്രയ സ്ഥാനങ്ങളിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കുമെന്ന് കരുതിയിരുന്നവർക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ അത് ലഭിക്കാൻ തടസ്സമൊക്കെ നേരിടുന്നുണ്ട്. വിശേഷ വസ്ത്രാഭരണങ്ങളൊക്കെ ലഭ്യമാകുന്ന യോഗം കാണുന്നുണ്ട്. ദൈവഭക്തി, ഗുരുഭക്തി ഇവയൊക്കെ വർദ്ധിക്കാം. അതുപോലെ തന്നെ ഗുരുജന വിയോഗം, ഇഷ്ടജന വിയോഗം ഒക്കെ വന്നു ചേരുന്നുണ്ട്. പല അനർത്ഥങ്ങളും നിങ്ങളുടെ പ്രവൃത്തികളും മൂലം നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയുന്നതാണ്. വാഹന ഉപയോഗം സൂക്ഷിച്ചുപയോഗിക്കാം. ഇവിടുന്ന് അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് നല്ല ഒരു കാലം തന്നെയായിരിക്കും വന്നു ചേരുന്നത് വൃശ്ചികം രാശിക്കാർക്ക്. ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം 1-ാം പാദക്കാർക്ക് വ്യാഴം 8-ഉം 9-ഉം ഭാവത്തിലും ശനി 4-ഉം 5-ഉം ഭാവത്തിലും രാഹു 3-ഉം 2-ഉം ഭാവങ്ങളിലുമുള്ള കാലമാകയാൽ ഭവനത്തിൽ അനാവശ്യ ചെലവുകൾ ധാരാളം വർദ്ധിക്കുന്ന ഒരു കാലമാണ്. ഭവനത്തിലെ ചെലവുകൾ കൂടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പണം കടം വാങ്ങാനും പുറത്തുനിന്ന് പണം കണ്ടെത്തേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. നിയമകാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാം. അന്യദേശവാസം, മത്സര പരീക്ഷകളിൽ വിജയം, ഉന്നത സ്ഥാനലബ്ധി, കുടുംബത്തിലെ മംഗളകർമ്മ കാര്യങ്ങൾ നടക്കുന്നതാണ്. വസ്തുവോ വാഹനമോ ഒക്കെ സ്വന്തമാക്കാനൊക്കെയുള്ള അവസരം വരുന്നുണ്ട്. കർമ്മരംഗത്ത് ഉയർച്ചയും അനാവശ്യ ചെലവുകളും ഒക്കെ ധാരാളമായിട്ടുണ്ട്. ശരീരസുഖക്കുറവ്, മനോദുഃഖം, കർമ്മരംഗത്ത് ഉയർച്ച, അധിക ചെലവുകൾ വർദ്ധിക്കുന്നു. ധനവ്യയം ഒരുപാടായിട്ട് വന്നു ചേരുന്നുണ്ട് ധനുരാശിക്കാർക്ക്. പൊതുവെ മൂലം, പൂരാടം നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് ധാരാളം പ്രതിബന്ധങ്ങളിലൂടെ കടന്നു പോരുന്നത് കൊണ്ട് തന്നെ അവരുടെ മനസ്സ് വളരെ അസ്വസ്ഥമാകുന്ന ഒരു കാലമാണ്. മനസ്സിന് അസ്വസ്ഥത മാറുന്നതിനും മാനസിക സംഘർഷം കുറയ്ക്കുന്നതിനുമായിട്ട് പറ്റുമെങ്കിൽ ഈശ്വരാരാധനകളും പ്രാർത്ഥനകളും സ്വായത്തമാക്കാനായിട്ട് ശ്രദ്ധിക്കാം. കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാകാനായിട്ട് ധാരാളം പരിശ്രമങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ചിലവുകൾ അധികരിക്കുന്നത് കൊണ്ട് വർഷാവസാനം നിങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതകൾ വന്നുപെടാം. കൂടുതൽ ശനിയാഴ്ച വ്രതവും വ്യാഴാഴ്ച വ്രതവും നോറ്റ് കൂടുതൽ ദോഷശമനങ്ങൾ വരുത്താതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വ്യാഴാഴ്ച ദിവസം എണ്ണ തേച്ചുകുളി, വ്യാഴാഴ്ച വ്രതം, എണ്ണ തേച്ചുകുളി ഒഴിവാക്കുക, വ്യാഴാഴ്ച വ്രതം എടുക്കുക, അന്ന് മത്സ്യമാംസാദികളൊക്കെ ഭക്ഷിക്കാതിരിക്കുക. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ ക്ഷേത്ര ദർശനം സ്വായത്തമാക്കുക. വൈകുന്നേരങ്ങളിൽ ഷോഡശ മന്ത്രങ്ങളൊക്കെ ഉരുവിടുക. ഇങ്ങനെയൊക്കെ നിരന്തരമായിട്ട് ചെയ്ത ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന മന്ത്രം 108 ഉരുവിടുന്നതൊക്കെ നിങ്ങളുടെ ഗുണാനുഭവങ്ങൾ കൂട്ടുന്നതിന് നന്നായിരിക്കും. മകരം രാശിയിൽപ്പെട്ട ഉത്രാടം 3-ാം പാദവും തിരുവോണവും അവിട്ടവും ആദ്യ 1-2 പാദക്കാർക്ക് വ്യാഴം നിങ്ങൾക്ക് 7-ഉം 8-ഉം ഭാവത്തിലും ശനി 3-4 ഭാവത്തിലും രാഹു 2-ലും ലഗ്നത്തിലും ഗോചരം ചെയ്യുന്ന അനുകൂലമായിട്ടുള്ള ഒരു കാലം തന്നെയാണ്. കർമ്മരംഗത്ത് തടസ്സവും താമസവും ഒക്കെ വന്നുപെടാം. വിശ്വസ്തരായ സുഹൃത്തുക്കളിലൂടെയും ബന്ധുജനങ്ങളിലൂടെയും നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്നതാണ്.
ചതി വഞ്ചന ഇവയിലൊക്കെ അകപ്പെടാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കാം. പെട്ടെന്ന് വിവാഹം നടക്കാനൊക്കെ പെട്ടെന്ന് ഇതുവരെ വിവാഹാലോചനകളൊക്കെ നടന്നിട്ടൊന്നും നടക്കാതിരുന്നവർക്ക് പെട്ടെന്നുള്ള തീരുമാനം കൊണ്ട് വിവാഹം നടക്കാനൊക്കെ സാധ്യതയുണ്ട്. തിടുക്കപ്പെട്ടുള്ള വിവാഹം നടക്കാനൊക്കെ യോഗം കാണുന്നു. ശത്രുക്കളിൽ നിന്നുള്ള ശല്യം കുറയുന്നതാണ്. സർക്കാരിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. ടാക്സ് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിജയവും അതുപോലെ തന്നെ അംഗീകാരവും പ്രശസ്തിയും ഒക്കെ വന്നുപെടാം. അധികാരപ്രാപ്തി രാഷ്ട്രീയക്കാർക്ക് ധാരാളമായിട്ട് ലഭിക്കുന്നതാണ്. വർഷാവസാനം നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങളിൽ ഇടപെട്ട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാം. 1-2 വരുമാനങ്ങൾ ഉണ്ടാക്കുന്ന മാർഗങ്ങളൊക്കെ തുടങ്ങി അതിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. കാര്യങ്ങൾക്ക് വിജയവും സൗഭാഗ്യയോഗവും ഉന്നത സ്ഥാനവും ഒക്കെ ലഭിക്കുന്ന ഒരു വർഷമാണ്. മകരം രാശിക്കാർക്ക് ഈ 2026 ഓഗസ്റ്റ് മുതൽ 2027 ഓഗസ്റ്റ് 31 വരെയുള്ള ഈ ഒരു വർഷക്കാലത്തെ 12 മാസക്കാലത്തെ ചിങ്ങമാസ ഫലത്തിൽ ഉള്ളത് മകരം രാശിക്കാർക്ക്. കൂടുതൽ ഗുണാനുഭവങ്ങൾക്കായിട്ട് നിങ്ങൾ വ്യാഴാഴ്ച ദിവസവും ബുധനാഴ്ച ദിവസവും മഹാവിഷ്ണുവിന് ക്ഷേത്ര ദർശനം നടത്തുക. ബുധനാഴ്ചയാണ് സാധിക്കുന്നതെങ്കിൽ ബുധനാഴ്ച, കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ സമയം ചിലപ്പോൾ വ്യാഴാഴ്ച സാധിക്കുന്നതിന് ബുധനോ വ്യാഴോ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത്, രാവിലെ പറ്റുന്നില്ലെങ്കിൽ വൈകുന്നേരങ്ങളിലെങ്കിലും പോയിട്ട് ക്ഷേത്ര ദർശനം നടത്തി യഥാവിധി വഴിപാടുകൾ ചെയ്യുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ ഞായറാഴ്ച ദിവസം ആദിത്യ പൂജ, ആദിത്യ സ്തോത്ര ജപം ഇതൊക്കെ നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിന് ഉത്തമമാണ്. കുംഭം രാശിയിൽപ്പെട്ട വ്യാഴം 6ഉം 7ഉം ഭാവത്തിലും ശനി 2-3 ഭാവത്തിലും രാഹു ലഗ്നത്തിലും 12ലും ഉള്ള കാലമാണ്. ഇങ്ങനെ ഗോചരം ചെയ്യുന്ന കാലമാകിയാൽ കുംഭം രാശിയിൽപ്പെട്ടവർക്ക് ഉന്നത സ്ഥാനമാന പ്രാപ്തി കൈവരിക്കുന്ന ഒരു കാലമാണ്. ഇതുവരെ ചില നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഇവർക്ക് ഉണ്ടായിരുന്നെങ്കിലും തൊഴിൽ രംഗത്ത് ഉയർച്ചയുണ്ടാകാം. സന്താന ഭാഗ്യം കാത്തിരിക്കുന്നവർക്ക് അതിന് യോഗം വന്നു ചേരുന്നുണ്ട്. പൊതുവെ സന്താനങ്ങളുടെ ഉയർച്ചയിലും നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ളൊരവസ്ഥ കൈവരിക്കാം. മാനസിക പിരിമുറുക്കം ഉണ്ടാകുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകാം. ധർമ്മകാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കാം. ദൈവകാര്യങ്ങളിലും ധർമ്മകാര്യങ്ങളിലും ഒക്കെ താല്പര്യം വർദ്ധിക്കാം. ക്ഷേത്രത്തിൽ പോകാതിരുന്നവർ ചിലപ്പോൾ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും പങ്കാളിക്ക് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും ക്ഷേത്ര ദർശനമൊക്കെ നടത്താം. ഗൃഹകാര്യങ്ങളിലൊക്കെ അഭിപ്രായ ഭിന്നതയൊക്കെ ഉടലെടുക്കുന്നതാണ്. സാമ്പത്തിക പ്രയാസം മൂലം ധാരാളം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം. നൂതന സംരംഭം തുടങ്ങാനായിട്ട് തീരുമാനിക്കുന്നതാണ്. ആഗ്രഹ സബലീകരണം ഉണ്ടാകുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയുന്നതാണ്. ചെറിയ യാത്രകളിലൂടെ വിജയം സമ്പാദിക്കാനും വിജ്ഞാനം സമ്പാദിക്കാനും കഴിയുന്നതാണ്. നിങ്ങൾ ചെറുതായിട്ട് ചെയ്യുന്ന യാത്രകളിലും പല ഉപദേഷ്ടാക്കളെയും പല ഉന്നതരായ ആളുകളെയും പരിചയപ്പെടുകയും അതിൽ നിന്ന് വിജ്ഞാന സമ്പാദനവും അതുപോലെ തന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് ധനനേട്ടത്തിനുള്ള മാർഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടെത്തുന്നതാണ്. സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി പല മാർഗങ്ങളും നിങ്ങളിലേക്ക് ആവിഷ്കരിക്കാനായിട്ട് സാധിക്കും. തൊഴിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നത് മൂലം ആത്മവിശ്വാസം മൂലം നിങ്ങൾക്ക് നല്ല ഒരു ഉയർച്ച വന്നു ചേരുന്നതാണ്. മനസ്സ് സന്തോഷപ്രദമായിരിക്കാനും കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും നിലനിർത്താനുമായിട്ട് അഹോരാത്രം പരിശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും. ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുന്നതിനായിട്ട് ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക, കടും പായസം വഴിപാടായിട്ട് നടത്തുക, ചുവന്ന പൂക്കൾ കൊണ്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക. ഇതൊക്കെ കുംഭം രാശിക്കാർക്ക് ഉത്തമമായിട്ടുള്ള വഴിപാടുകളാണ്. മീനം രാശിയിൽപ്പെട്ട പൂരോരുട്ടാതി 4-ാം പാദക്കാർക്കും ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്കും വ്യാഴം 5ഉം 6ഉം ഭാവത്തിലും ശനി ലഗ്നത്തിലും 2ലും രാഹു 12ലും 11ലും ഗോചരം ചെയ്യുന്ന ഒരു കാലമാണ് ഈ 12 മാസക്കാലം. സാമ്പത്തികമായിട്ടുള്ള ലാഭം തൊഴിലിൽ നിന്ന് പ്രതീക്ഷിക്കാം. ശത്രുദോഷം പൊതുവെ ആശ്വാസകരമാകുന്നതാണ്. എങ്കിലും കർമ്മരംഗത്ത് ധാരാളം പ്രതിബന്ധങ്ങളും വെല്ലുവിളികളും ശത്രുക്കളുടെ ശല്യവും കൂടുന്നതാണ്. കുടുംബത്തിലെ സമാധാനവും സന്തോഷവും സുഖവും കൈവരിക്കാൻ കഴിയും. വിദേശികളായിട്ടുള്ള പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് തൊഴിൽ ഉയർച്ചയും സ്ഥാനമാനങ്ങളും ലഭ്യമാകുന്നതാണ്. മാതാപിതാക്കളോടൊപ്പം നാട്ടിൽ വസിക്കുന്നതിനായിട്ട് നാട്ടിലേക്ക് തിരികെ എത്താനോ നാട്ടിൽ വന്നു ചേരാനോ ഒക്കെ യോഗം കാണുന്നു. ഒപ്പം തന്നെ ഗൃഹോപകരണങ്ങൾ, വീട്ടിലേക്ക് വേണ്ട ഉപകരണങ്ങൾ, ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ വാങ്ങാനായിട്ട് യോഗം വരുന്നുണ്ട്. സ്ഥാനപ്രാപ്തി കൈവരിക്കുന്ന കാലമാണ്. കർമ്മരംഗത്ത് ധനപുഷ്ടി കർമ്മപുഷ്ടി ഒക്കെ ഉണ്ടാകാം. വർഷമധ്യത്തോടു കൂടി തൊഴിലിൽ ധാരാളം നേട്ടങ്ങൾ ഉണ്ടാവുമെങ്കിലും ചിലവുകൾ അധികരിക്കുന്നതാണ്. വാദസംബന്ധമായ രോഗങ്ങളുള്ളവർ വാദരോഗത്തിന് ചികിത്സകൾ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വാഹനം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. നേത്രരോഗം, ബന്ധുജന വിയോഗം മൂലം മനസ്സ് ദുഃഖപൂർണമാകുന്നതാണ്. വർഷാവസാനം കർമ്മരംഗത്ത് പുരോഗതിക്ക് താമസവും തടസ്സവും വന്നു ചേരുന്നുണ്ട്. ആഭരണ ലാഭം, വസ്ത്രാഭരണ ലാഭം, അതുപോലെ തന്നെ പുതിയ ഭവനം, വസ്തു, വാഹനം ഇവയൊക്കെ യോഗം കാണുന്നുണ്ട്. വാസസ്ഥലം മോടി പിടിപ്പിക്കുക. യാത്ര സന്തോഷപ്രദമാകുക. ദോഷപരിഹാരത്തിനായി
ഭവിക്കാനായിട്ട് മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുക, കൂവളമാല അർച്ചന നടത്തുക, ഞായറാഴ്ച ദിവസം നവഗ്രഹ പൂജ നടത്തുക. അതുപോലെ തന്നെ അതിരാവിലെ സൂര്യോദയ സമയത്ത് ഉദയസൂര്യനെ നോക്കി നിങ്ങൾ നാമജപം, അതായത് ആദിത്യ സ്തോത്രം നടത്തുന്നതും ആദിത്യ ജപം നടത്തുന്നതും ഒക്കെ വളരെ നന്നായിരിക്കും. ജാതക പരിശോധന നടത്തി ജാതകത്തിലുള്ള ഗ്രഹദശ അന്തർദശാകാലങ്ങളൊക്കെ നോക്കി അതിനും കൂടെ വേണ്ട പരിഹാരങ്ങൾ ചെയ്താൽ വളരെയേറെ നല്ല ഒരു വർഷമായിരിക്കും ഇത്. വീട് വിട്ട് മാറി താമസിക്കുന്ന ആളുകൾക്ക് പോലും നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ വിജയം ഭവിക്കാനായിട്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് അനുകൂലപ്രദമാകുന്നതാണ്.